ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ടൈപ്സ് ഓഫ് റിലേഷനെ പറ്റിയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ റിലേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് റിലേഷൻ? ക്രോസ് പ്രൊഡക്റ്റിന്റെ സബ്സെറ്റുകളെയാണ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. എ ക്രോസ് എയുടെ സബ്സെറ്റുകളെ എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷനായിട്ട് പറയാമെന്നാണ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് ടൈപ്സ് ഓഫ് റിലേഷനെ പറ്റി പഠിക്കാം. സോ റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് എയുടെ സബ്സെറ്റാണ്. അപ്പോൾ എ ക്രോസ് എയുടെ സബ്സെറ്റുകളെ പറ്റി നമ്മൾ എഴുതുമ്പോൾ എ ക്രോസ് എ തന്നെ എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റാണ്. അതുപോലെ നൾ സെറ്റും എ ക്രോസ് എയുടെ സബ്സെറ്റാണ്. അതിൽ ഈ നൾ സെറ്റ് എന്ന് പറയുന്ന റിലേഷൻ, എ ക്രോസ് എയുടെ സബ്സെറ്റായ നൾ സെറ്റ് എന്ന് പറയുന്ന റിലേഷനെയാണ് നമ്മൾ എം ജി റിലേഷൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ എ ക്രോസ് എയുടെ സബ്സെറ്റായ എ ക്രോസ് എ എന്ന് പറയുന്ന റിലേഷനെയാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് അതിന്റെ ഡെഫിനേഷനെ പറ്റി ശ്രദ്ധിക്കാം. സോ വാട്ട് ഈസ് എം ജി റിലേഷൻ? ദിസ് ഈസ് ദ ഡെഫിനേഷൻ. എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു റിലേഷൻ നമ്മൾ പറയുമ്പോൾ അതിന് ഒരു അണ്ടർലൈൻ സെറ്റ് പറഞ്ഞിരിക്കണം. അപ്പോഴാണ് അതൊരു മീനിങ് ആവും. സോ എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ് എം ജി റിലേഷൻ. Means no element of A is related to any element of A. എയിലെ ഒരു എലമെന്റുകളും മറ്റ് എലമെന്റുകളുമായിട്ട്, എയിലെ മറ്റ് എലമെന്റുകളോട് റിലേറ്റഡ് ആവരുത്. അതിനെയാണ് എം ഡി റിലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നൾ സെറ്റ്, എ ക്രോസ് എയുടെ സബ്സെറ്റായ നൾ സെറ്റ്. അതേപോലെ എ ക്രോസ് എയുടെ സബ്സെറ്റായ എ ക്രോസ് എ തന്നെ, ആ റിലേഷനെയാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് എ യൂണിവേഴ്സൽ റിലേഷൻ? എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ് എ യൂണിവേഴ്സൽ റിലേഷൻ ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവരി എലമെന്റ് ഓഫ് എ. ആ റിലേഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? യൂണിവേഴ്സൽ റിലേഷൻ. സോ രണ്ട് റിലേഷനെ പറ്റി നമ്മൾ പറഞ്ഞു. ടൈപ്സ് ഓഫ് റിലേഷനിൽ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ദ എം ഡി റിലേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ യൂണിവേഴ്സൽ റിലേഷൻ. Both these two relations are sometimes called trivial relation. What called? Trivial relations. Trivial relations. അതേപോലെ തന്നെ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളിൽ നമ്മൾ റിലേഷനെ അവതരിപ്പിക്കാൻ, റെപ്രസെന്റ് ചെയ്യാൻ റൂൾ മെത്തേഡും സെറ്റ് ബിൽഡർ ഫോമും അല്ലെങ്കിൽ ടാബുലാർ മെത്തേഡ് ഒക്കെ പഠിച്ചു. ആ രണ്ട് മെത്തേഡുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. So this is a note for you. Already നമ്മൾ നേരത്തെ കണ്ടതാണ് റിലേഷന്റെ റെപ്രസെന്റേഷൻ. കൺസിഡർ ദി സെറ്റ് A equal to set 1, 2, 3, 4. Define a relation R like this. R equal to set of all AB such that B equal to A plus 1. So ഇത്തരത്തിലുള്ള റിലേഷൻ A, B element of capital. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ റിലേഷനകത്ത് വന്നിരിക്കുന്ന എല്ലാ എയും ബിയും എയിലെയാണ്. ഇപ്പൊ എ ക്രോസ് എയിലെ എല്ലാ ഓർഡേഡ് പെയറും ഇതിനകത്ത് വന്നിട്ടില്ല. എയും എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടാകണമെങ്കിൽ ബി എ പ്ലസ് 1 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ബി എയേക്കാൾ 1 അധികമായിരിക്കും, 1 മോർ. അങ്ങനെയുള്ള എലമെന്റുകളുടെ കളക്ഷൻ മാത്രമേ ഇതിനകത്ത് വരുന്നു. സോ ഈ ആറിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതുന്ന മെത്തേഡിനെ നമ്മൾ പഠിച്ചത് സെറ്റ് ബിൽഡർ ഫോം എന്നാണ്. സെറ്റ് ബിൽഡർ ഫോം. So this is the one way of representation of a relation. Another way is, so we can write all the elements of the relation listed. So that is called a tabular method. Okay, listen. If we choose 1, then what is B? 1 plus 1, that is 2. 2 is also element of A. So if we choose 2,
we can write 2 plus 1, 3. 3 also belongs to A. So we can write this already. So 2, 3 also belongs to R. Then if we choose 3, B is 4. 4 also is here. If we choose 4, then 4 plus 1 is 5. 5 is not an element of A. So we cannot write 4, 5. So these are the elements in the relation. So these two are same relation, but we represent it in different way. One is set builder form and another is tabular form. So this is the two ways for representing relation. Now we will study 3 more definitions. So definition 1, reflexive relation. Reflexive relation. So what is a reflexive relation? A relation R in a set A is called reflexive if AA belongs to R for all A belongs to A. That is, we can write, instead of AA belongs to R, we can write A are related to A for all A belongs to A. So what is the meaning of this one? ഒരു റിലേഷന് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയണമെങ്കിൽ ആ റിലേഷൻ ഏത് സെറ്റിലാണോ പറഞ്ഞിരിക്കുന്നത് ആ സെറ്റിലെ എല്ലാ എലിമെന്റുകളും ആ എലിമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കും. അത് ഈ പറഞ്ഞിരിക്കുന്ന എ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആറിൽ വേണം. എല്ലാ എയ്ക്കും എയിലെ എല്ലാ എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ എവരി എലിമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ് or A related to A for all A belongs to A. Then that type of relation is called reflexive relation. Then second one, symmetric relation. So what is the definition of symmetric relation? A relation R in a set A is called symmetric if AB belongs to R. If the ordered pair AB belongs to R, then or implies BA belongs to R for all AB belongs to A. AB എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആറിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി എയും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷനെ എന്തെന്ന് വിളിക്കാം? ഒരു സിമെട്രിക് റിലേഷൻ എന്ന് വിളിക്കാം. Or we can write like this also: A related to B implies B related to A. Then the third one is transitive relation. What is transitive relation? So listen here. Transitive relation. What is this? Transitive relation is a relation R in a set A is called transitive if AB belongs to R and BC, another element, BC belongs to R, implies AC belongs to R for all ABC belongs to A.
Listen here. If AB belongs to R, A is related to B and B is related to another element C, then A is related to C. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ എന്തെന്ന് വിളിക്കാം? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് വിളിക്കാം. ഇപ്പൊ റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ. സോ ഈ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആകാം, ആകാതിരിക്കാം, ട്രാൻസിറ്റീവ് ആകാം, ആകാതിരിക്കാം, സിമെട്രി ആകാം, ആകാതിരിക്കാം. ഒരു റിലേഷന് ഈ 3 പ്രത്യേകതകളും പാലിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് ആവുകയും സിമെട്രി ആവുകയും ട്രാൻസിറ്റീവ് ആവുകയും ചെയ്താൽ, നമുക്ക് അങ്ങനെയുള്ള ഒത്തിരി എക്സാമ്പിളുകൾ കൺസിഡർ ചെയ്യാം, ആകുകയും ചെയ്താൽ ആ റിലേഷനെ ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഇക്വലൻസ് റിലേഷൻ. സോ നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ് equivalence relation. Okay, what is an equivalence relation? A relation R in a set A is called an equivalence relation if R is, first one, reflexive, symmetric, third one, or and transit. So this is the definition of equivalence relation. A relation R in a set A is called a reflexive, is called an equivalence relation if it is reflexive, symmetric, and transitive. Now we will consider examples. So consider A it is set 1 is set to consider. നമ്മൾ പഠിച്ചത് റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ. Consider the set A equal to set 1, 2. So how many relation we can define on this set A? എത്ര റിലേഷൻ നമുക്ക് ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്യാം? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. എത്ര റിലേഷൻസ് ഡിഫൈൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ എ ക്രോസ് എക്ക് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. എ ക്രോസ് എയിൽ എത്ര എലമെന്റ് ഉണ്ട്? എയിൽ 2 എലമെന്റ് ഉള്ളത് കൊണ്ട് എ ക്രോസ് എയിൽ 4 എലമെന്റ്സ് കാണും. So how many relation we can define on this set A? 2 raised to 4. What is 2 raised to 4? 16. So 16 different relation we can define this set. Okay, we can write the 16 relations here. After that we will check which one is reflexive, symmetric, transitive and equivalence. So നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് ഈ 16 റിലേഷനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ 16 റിലേഷനിൽ ഏതൊക്കെയാണ് റിഫ്ലെക്സീവ് ആയത്, ഏതൊക്കെയാണ് സിമെട്രി ആയത്, ഏതൊക്കെയാണ് ട്രാൻസിറ്റീവ് ആയത്, ഏതൊക്കെയാണ് ഇക്വലൻസ് ആയത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. സോ വി വിൽ റൈറ്റ് ദ ഫസ്റ്റ് റിലേഷൻ R1. So first relation we will write R1 as A cross A. What is A cross A? That is 1 1 1 2 2 1 and 2 2. This is the first relation. See here, each element of A is related to every element of A. 1 is related to 1, 1 is related to 2, 2 is related to 1 and 2 is related to 2. So this relation is called a name universal relation. Okay, this relation is the universal relation. This is the biggest relation one can define on this set A. Biggest in the sense that it contains more number of elements. So ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും 4 എലമെന്റ് ഉള്ള, അതായത് 4 എലമെന്റ് ഉള്ള റിലേഷൻ ആണിത്. 4 എലമെന്റ് ഉള്ള ഒരൊറ്റ റിലേഷനേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ യൂണിവേഴ്സൽ റിലേഷൻ. സോ ഈ റിലേഷൻ നമുക്ക് റിഫ്ലെക്സീവ് ആണോ നോക്കാം. ഓക്കെ, ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യുന്നത്.
റിഫ്ലെക്സീവ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? എയിലെ എല്ലാ എലമെന്റുകളും ആ എലമെന്റിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കാം. സോ ലിസൺ ഹിയർ, 1 is related to 1 and 2 is related to 2. അപ്പോൾ 1 1നോട് റിലേറ്റഡ് ആണ്, 2 2നോട് റിലേറ്റഡ് ആണ്. അതായത് ഈ സെറ്റിലെ എല്ലാ എലമെന്റും അതിനോട് തന്നെ റിലേറ്റഡ്. അപ്പോൾ 1 1ഉം 2 2 ഇതിനകത്തുള്ളത് കൊണ്ട് ഇതെന്ത് റിലേഷൻ ആണ്? റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. ഈ 1 2 വേണമെന്നില്ല, ഉണ്ടായാലും കുഴപ്പമില്ല. 2 1 വേണമെന്നില്ല. അപ്പോൾ 1 2 ഇല്ലെങ്കിലും റിഫ്ലെക്സീവ് ആണ്, 2 1 ഇല്ലെങ്കിലും റിഫ്ലെക്സീവ് ആണ്, 1 2 2 1ഉം ഇല്ലെങ്കിലും റിഫ്ലെക്സീവ് ആണ്. ഏത് രണ്ടും വന്നിരിക്കണം? 1 1ഉം വേണം, 2 2 വേണം. 1 1 മാത്രം വന്നാൽ പോരാ, 2 2 വേണം. ഇതിനകത്തുള്ള എല്ലാ എലമെന്റും അതിനോട് തന്നെ എന്തായിരിക്കണം? റിലേറ്റഡ് ആയിരിക്കും. സോ ഹിയർ this R1 is reflexive. So R1 is reflexive relation. So R1 is reflexive. I can write that as R. Then we will check the symmetry. This one here, 1 is related to 1, then this one is related to 1. That is 1 is related to 1 ന് 2 നോട് റിലേറ്റഡ് ആണ്. അപ്പോൾ 2 ന് 1 നോട് റിലേറ്റഡ് ആണ്. അത് ഇവിടെ ഉണ്ട്. എന്താ സിമെട്രി ഡെഫിനേഷൻ? if A is related to B, then B is also related to B. അങ്ങനെ വേണം. അപ്പോൾ ഇത് നോക്കി, 2 is related to 1, then 1 is related to 2. അത് ഇവിടെ ഉണ്ട്. Then 2 is related to 2. So this relation is what? Symmetry. ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റിയെ പറ്റി നോക്കാം. Listen, 1 is related to 1. Again, this one is related to another element 2. So this one must related to 2. ഈ 1 2 നോട് റിലേറ്റഡ് ആവണം. അപ്പോൾ 1 2 നോട് റിലേറ്റഡ് ആവണം, അത് ഇത് തന്നെ. അപ്പോൾ അവിടെ ട്രാൻസിറ്റീവ് ആയിട്ടുണ്ട് ആ കേസ്. പിന്നെ 1 1നോട് റിലേറ്റഡ് ആണ്, 1 ഇനി വേറെ ഒരു എലമെന്റിനോട് റിലേറ്റഡ് ആണ്, ഇവിടെ മാത്രമേ 1 റിലേഷൻ ഉള്ളൂ. അപ്പോൾ അതിന്റെ ട്രാൻസിറ്റീവ് ചെക്ക് കഴിഞ്ഞു. അടുത്ത ഇത് 1 is related to 2. അപ്പോൾ 2 ആരോടൊക്കെ റിലേറ്റഡ് ആണ്? 2 1നോട് റിലേറ്റഡ് ആണ്, 2 2നോട് റിലേറ്റഡ് ആണ്. ആദ്യം നമുക്ക് ഇത് പരിഗണിക്കാം. 1 is related to 2, 2 is related to 1. സോ 1 ന് 1നോട് റിലേഷൻ വേണം, അത് ഇവിടെ ഉണ്ട്. ആ ട്രാൻസിറ്റീവ് അത് ഓക്കെ. സോ 1 is related to 2, again 2 is related to 2, then 1 must related to 2. 1 2നോട് റിലേറ്റഡ് ആണ്, അതേതാണ്? അത് ഇത് തന്നെ. സോ ദിസ് റിലേഷൻ ഈസ് transitive also. So this relation is reflexive, symmetry, transitive. So this is what equivalence relation. So the universal relation is an equivalence relation.